നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത സോമസാഗരത്തിന് പണം തിരികെ നൽകാൻ സാധിക്കാതിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്ന് പെരുമ്പാഴത്തൂർ ബാങ്ക് അധികൃതർ. കോവിഡ് കഴിഞ്ഞതു മുതൽ കളക്ഷനൊന്നും നടക്കുന്നില്ല. ബാങ്ക് കാരണമാണ് ആത്മഹത്യയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പണത്തിന് ഇത്ര അത്യാവശ്യമുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ബാങ്ക് സെക്രട്ടറി ജയകുമാരി പറഞ്ഞു. ബാങ്കിനത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് പൈസ ആവശ്യപ്പെടുമായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ കിട്ടിയേ പറ്റത്തുള്ളൂ, അത്യാവശ്യമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളോട് ബഹളം വെക്കുകയോ ഇങ്ങനെ ഒരു പൈസ എത്രയും പെട്ടെന്ന് തരണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം കൂലിപ്പണിയാണ്, ദിവസം കൂലിപ്പണിക്ക് പോയാൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ ക്യാഷ് വരുമ്പോൾ ഉടനെ എത്തിക്കാം എന്നുള്ള ഉറപ്പും കൊടുത്തിരുന്നു. പക്ഷേ വരുമ്പോഴത്തേക്ക് കുറച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ കാരണം കൊണ്ടാണ് പുള്ളി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഞങ്ങൾക്കത് എന്താ പറയുക, സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. വിഷ്ണു പി നൽകും വിശദാംശങ്ങൾ. വിഷ്ണു, എന്തൊക്കെ ന്യായീകരിച്ചാലും ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുള്ളതായിരുന്നു സോമസാഗരത്തിന് എന്നുള്ളത്. അതിനുശേഷവും പക്ഷേ പണത്തിന് ഇത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? അതെ അതെ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ബാങ്കിന്റെ ഒരു പ്രതികരണം എന്നാൽ ഈ സോമസാഗരത്തിന്റെ ഒരു പെരുമാറ്റ രീതിയിൽ അത്രയും വിഷമം അനുഭവിക്കുന്നു എന്നുള്ള ഒരു രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയധികം ആവശ്യമുണ്ടോ എന്നും ഒന്നും ബാങ്ക് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെയാണ് ബാങ്ക് പറയുന്നത്. അതുപോലെ തന്നെ മാന്യമായ രീതിയിലായിരുന്നു സോമസാഗരം പെരുമാറിയത് എന്നൊക്കെയായിരുന്നു ഇപ്പോൾ ബാങ്കുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന വിവരം. ഏതായാലും ബാങ്ക് ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് എന്നുകൂടി ബാങ്ക് വ്യക്തമാക്കുന്നു. കോവിഡ് കഴിഞ്ഞത് മുതലുള്ള കളക്ഷൻ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായീകരണം. എന്നിരുന്നാലും ഈ ഒരു ദാരുണമായ ആത്മഹത്യ വളരെ നാടിനും അതുപോലെ തന്നെ വീട്ടുകാർക്കുമൊക്കെ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. ഒരു കൃഷിക്കാരനും അതുപോലെ തന്നെ ഒരു മേസ്തിരി പണിയുമൊക്കെ എടുത്ത് കഴിഞ്ഞ് സ്വരൂപിച്ച് തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ച് വെച്ച പൈസ ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് അയക്കുകയും വീണ്ടും നിരവധി തവണ സമീപിച്ചപ്പോഴും ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഇല്ലാത്തത് തുടർന്ന് മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് വീട്ടുകാർ തറപ്പിച്ചു പറയുന്നു. ഏതായാലും പ്രതിഷേധിക്കാനൊക്കെ വീട്ടുകാർ ഒരുങ്ങിയിരുന്നു. എന്നാൽ മകന്റെയൊക്കെ നിർബന്ധത്തിൽ മൃതദേഹം കൊണ്ട് നിഷേധിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്.